ഒരു വടക്കൻ വീരഗാഥ. എം.ടി. വാസുദേവൻ നായർ. ഉണ്ണിയാർച്ച പകയോടെ രോഷത്തോടെ മൊഴിയില്ലാതാങ്ങളയെ ചതിച്ചു കൊന്നല്ലോ ഒരാൾ. കോലത്തിരിനാട്ടിൽ ഇപ്പോഴും പുളയ്ക്കുന്നുണ്ടല്ലോ അയാൾ. അച്ഛാ, നാവിനറുപ്പുണ്ട് ആ പേര് പറയാൻ. കണ്ണപ്പച്ചേവർ മകളെ നോക്കുന്നു. അച്ഛൻ, മകൾ, പേരക്കുട്ടികൾ, പുത്രഭാര്യ എല്ലാവരും തെല്ലിട നിശബ്ദരാകുന്നു. ഉണ്ണിയാർച്ച രോഷത്തോടെ. 500 300 പേർ കേൾക്കെയാണ് വടകര നമ്പ്യാന്മാർ എൻ്റെ മകൻ ഈ ആരോമുണ്ണിയെ കാരപ്പറമ്പിൽ വെച്ച് അപമാനിച്ചത്. അമ്മാവനെ കൊന്നതിന് മൊഴി ചോദിച്ചു വാ, എന്നിട്ട് മതി വീര്യം കാട്ടലെന്ന് അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ നടന്നതൊക്കെ പറഞ്ഞു. പരിഭവം കലർന്ന ഗൗരവത്തിൽ കണ്ണപ്പുണ്ണി അമ്മയെയും മുത്തച്ഛനെയും നോക്കി. ആ കൊടുംചതിയുടെ കഥ ഇവിടെ മാത്രം ഇന്നോളം ആരും പറഞ്ഞില്ല. വൃദ്ധനെയാണ് കുറ്റപ്പെടുത്തും പോലെ 2 യുവാക്കളും കൂടുതലായി നോക്കുന്നത്. വൃദ്ധൻ ചിന്താഭാരത്തോടെ ഇരിക്കുന്നു. നിശബ്ദത. കണ്ണപ്പനുണ്ണി. മച്ചുനൻ ചതിക്കുമെന്ന് അച്ഛൻ സംശയിച്ചപ്പോഴും മുത്തച്ഛൻ നിർബന്ധിച്ചു. തുണക്കയാൾ തന്നെ പോകണമെന്ന് അല്ലേ? കണ്ണപ്പച്ചേകോർ വേദനയോടെ. ഓവ്, ഞാൻ മാത്രമല്ല, എല്ലാവരും നിർബന്ധിച്ചു. പെട്ടെന്ന് ക്രോധത്തോടെ. എന്നെ ചതിക്കാൻ അവന് മനസ്സ് വരുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? മടിയിലിരുത്തി ഉരുളച്ചോറ് ഊട്ടി വളർത്തിയ എന്നെ ചതിക്കാൻ. ഉണ്ണിയാർച്ചയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞു തുടങ്ങിയത്. വികാരാവേശത്താൽ വൃദ്ധൻ വിഷമിക്കുന്നു. വാക്കുകൾ വരുന്നില്ല. ഉണ്ണിയാർച്ച. എൻ്റെ സത്യം അച്ഛൻ മറന്നിട്ടില്ലല്ലോ. കുഞ്ഞുണ്ണൂലിയെ നോക്കി. നാത്തൂനെ, കണ്ണപ്പുണ്ണി ആരോമുണ്ണിക്ക് തുണയായി പോകട്ടെ. അച്ഛനോട് ഇവരെ അനുഗ്രഹിച്ചയക്കണം അച്ഛാ.